തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിതീവ്ര വർഗീയതയിലേക്ക് നീങ്ങുകയാണ് ബിജെപിയും എൻഡിഎയും. നിങ്ങൾ വോട്ട് കുത്തുമ്പോൾ സന്തോഷിക്കേണ്ടത് ഇന്ത്യയാകണോ പാകിസ്ഥാനാകണോ എന്ന് ചോദിച്ച വർഗീയ പരസ്യവും നൽകി ബിജെപി. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സമയത്ത് അന്യമത വിദ്വേഷം തുപ്പുന്ന പ്രസംഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന നരേന്ദ്രമോദിയും ബിജെപിയും രണ്ടാം ഘട്ടം കടന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. നരേന്ദ്രമോദി ഒറ്റയ്ക്ക് വർഗീയത പറയുന്നതിനപ്പുറം ഇക്കാര്യത്തിൽ ഒരു കൂട്ടായ്മ വേണമെന്ന് തീരുമാനിച്ചാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെയും JP നദ്ദയെയും രംഗത്തിറക്കിയത്. യോഗി ആദിത്യനാഥ് മധ്യപ്രദേശിലെ ഗുണയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് വീണ്ടും വംശീയ വിദ്വേഷം തുളുമ്പുന്ന പ്രസംഗം നടത്തിയത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഔറംഗസേബിന്റെ നയങ്ങളാണെന്ന് യോഗി പറഞ്ഞു. പശുമാംസം അവകാശമാക്കുന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നതെന്നും യോഗി കുറ്റപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് നൽകാൻ ഹിന്ദുക്കളിൽ നിന്ന് നികുതി ഈടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണയും വർഗീയതയും മാത്രം പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നാടെങ്ങും ബി.ജെ.പി നേതൃത്വവും നടത്തുന്നത്. ഇന്ന് മഹാരാഷ്ട്രയിൽ ഇറങ്ങിയ പത്രങ്ങളിലാണ് വംശീയ വിദ്വേഷം നിറയുന്ന പരസ്യം ബി.ജെ.പി നൽകിയത്. നിങ്ങൾ വോട്ട് നൽകുമ്പോൾ സന്തോഷിക്കേണ്ടത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്നതാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം. ഇന്ത്യ സഖ്യവും കോൺഗ്രസും പാകിസ്ഥാൻ പക്ഷപാതികളാണെന്ന് പറയുകയാണ് പരസ്യം. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നും ഈ പരസ്യത്തിലൂടെ അവർ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി മാറുമ്പോൾ കടുത്ത വർഗീയത മറയില്ലാതെ പ്രചരിപ്പിക്കുകയാണ് ബി.ജെ.പിക്കെതിരെ ഒരു നടപടിയുമില്ല, ഒരു താക്കീതുമില്ല. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ വാളെടുത്ത് ചാടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 10 വർഷം ഭരിച്ച ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയാനില്ല. ആകെ പറയാനുള്ളത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, രക്തം കുടിക്കുന്ന വർഗീയത മാത്രം. തോൽവി ഭയക്കുന്ന ബി.ജെ.പി തീവ്ര വർഗീയതയിലേക്ക്, ഒരുപക്ഷെ വർഗീയ കലാപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.